പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ബെസി എക്കണോമെട്രിക്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 6th സെമസ്റ്റർ BA എക്കണോമിക്സ് വിദ്യാർത്ഥികളുടെ എലക്ടീവ് പേപ്പറാണ്. അതിലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ മൊഡ്യൂൾ 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ആർ സ്ക്വയർ ആൻഡ് അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ. ആർ സ്ക്വയർ നമ്മൾ കഴിഞ്ഞൊരു മൊഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ നമ്മൾ കോഫിഷ്യന്റ് ഡിറ്റർമിനേഷൻ എന്ന് പറയും. ഡിപ്പെൻഡന്റ് വേരിയബിൾ ഉള്ളതിനനുസരിച്ച് എത്ര പ്രപ്പോർഷൻ നമുക്ക് ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇത്ര മാറ്റം ഉണ്ടായാലും ഡിപെൻഡന്റ് വേരിയബിൾ ഇത്ര മാറ്റം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതിനെ ആർ സ്ക്വയർ എന്ന് പറയാം. അതിന് നമ്മൾ സ്മോൾ ലെറ്റർ ആർ സ്ക്വയർ ആയിരുന്നു. എന്നാൽ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ആർ സ്ക്വയർ നമ്മൾ യൂസ് ചെയ്യാം. ഏത് കേസിലാണ്? മൾട്ടിപ്പിൾ റിഗ്രഷനിലാണ് ക്യാപിറ്റൽ ലെറ്റർ ആർ സ്ക്വയർ യൂസ് ചെയ്യാറുള്ളത്. അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ എന്ന് പറയുന്നത് ആർ സ്ക്വയറിന്റെ മോഡിഫൈഡ് വേർഷൻ ആണ്. അഡ്ജസ്റ്റ് ഫോർ ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇൻ ദ മോഡൽ. നമ്മൾ മൾട്ടിപ്പിൾ റിഗ്രഷൻ ആവുമ്പോൾ റിഗ്രഷൻ മോഡലിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഒന്നിലധികം ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്നതിനെ അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ എന്ന് പറയാം. നമ്മൾ ഏതെങ്കിലും ഒന്ന് കോൺസ്റ്റന്റ് ആയി നിർത്തി ഏതെങ്കിലും രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ഒന്ന് കോൺസ്റ്റന്റ് ആയി നിർത്തിക്കൊണ്ട് മറ്റേ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതിനെ അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ എന്ന് പറയാം. Degrees of freedom. Degrees of freedom refers to the number of independent value or quantity that can vary in a statistical calculation without violating any given restriction. ഒരു റെസ്ട്രിക്ഷൻ വയലേറ്റ് ചെയ്യാതെ സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷനിൽ ഇൻഡിപെൻഡന്റ് വാല്യൂവിൽ എത്ര വേരി വരാം, നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വാല്യൂസ് ക്വാണ്ടിറ്റിയിൽ എത്ര വേരി വരാം. നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മെഷർ ചെയ്യുമ്പോൾ n-k-1 എന്നുള്ള രീതിയിലാണ് മെഷർ ചെയ്യാനുള്ള നമ്പർ ഓഫ് ഒബ്സർവേഷൻ, k number of independent variable. F-test is a statistical test used to determine whether a group of independent variable jointly have a significant effect on the dependent variable in a regression model. ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ജോയിൻലി എഫക്ട് ഉണ്ടാക്കാണ്, സിഗ്നിഫിക്കന്റ് എഫക്ട് ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാക്കണമെങ്കിൽ അതിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന്, അത് ഡിറ്റർമിൻ ചെയ്യുന്നതിനെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എഫ് ടെസ്റ്റ്. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ടെസ്റ്റ് ഓവറോൾ സിഗ്നിഫിക്കൻസ് ഓഫ് ദ മോഡൽ. ഇനി ഡമ്മി വേരിയബിൾ എന്ന് പറയുന്നത് ചില കാറ്റഗറിയൽ ഡാറ്റ ഉണ്ടാവും, ജെൻഡർ, റീജിയൻ. ഇത് നമ്മൾ സൂചിപ്പിക്കുക ക്വാളിറ്റേറ്റീവ് ആയിട്ടാണ്. ഇതിനെ നമ്മൾ ഒരു ബൈനറി വേരിയബിൾ ആയിട്ട് കോഡ് ചെയ്തിട്ട് പറയുന്നതിനെ നമ്മൾ എന്ത് പറയാം? ഡമ്മി വേരിയബിൾ എന്ന് പറയാം. ഇപ്പം മെയിൽ, ഫീമെയിൽ, 0, 1 അങ്ങനെ പറയുന്നതിന് അലോയിങ് ക്വാളിറ്റേറ്റീവ് വേരിയബിൾ ഒരു റിഗ്രഷൻ മോഡലിനെ അലോ ചെയ്യുന്നതിനാണ് നമ്മൾ ആ ബൈനറി വേരിയബിൾ ആയിട്ട് കോഡ് ചെയ്ത് പറയുന്നതിന് ഡമ്മി വേരിയബിൾ എന്ന് പറയും. ഡമ്മി വേരിയബിൾ ട്രാപ്പ് എന്ന് പറയുന്നത് it is a scenario in regression where perfect multi-chromatic occurs due to the inclusion of too many dummy variable for a category. ഒരു കാറ്റഗറിയൽ വേരിയബിളിന് too many ഡമ്മി വേരിയബിൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അത് തമ്മിലുള്ള ഒരു പെർഫെക്റ്റ് ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഡമ്മി വേരിയബിൾ ട്രാപ്പിലേക്ക് പോവാം. It happens when all categories of qualitative variable are included as a separate dummy variable along with an intercept. എല്ലാ കാറ്റഗറിയിൽ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ നമ്മൾ എന്ത് ഇൻക്ലൂഡ് ചെയ്ത് സെപ്പറേറ്റ് ഡമ്മി വേരിയബിൾ ആയിട്ട് along with a intercept. This leads to redundancy making the regression estimation invalid ആയിരിക്കും. ഓക്കെ, ഇനി RLS, restricted least square. This is a modification of OLS regression method where certain restriction or constraint are imposed on the regression coefficient. regression coefficient certain restriction constraint impose ചെയ്യാം. അങ്ങനെ നമ്മൾ regression ചെയ്യുകയാണെങ്കിൽ restricted least square, these restrictions are typically based on prior knowledge-ന്റെ ബേസിലാണ് ഇത് restriction include ചെയ്യുന്നത് or theoretical assumption about the relation between the variable. Multiple and partial regression. Multiple regression involves two or more independent variable explain dependent variable. രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയും. പാർഷ്യൽ റിഗ്രഷൻ ഐസൊലേറ്റ് എഫക്ട് ദ വൺ ഇൻഡിപെൻഡന്റ് വേരിയബിൾ വൈൽ കൺട്രോളിംഗ് ഫോർ ദ ഇൻഫ്ലുവൻസ് ഓഫ് അതേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാവും, ബാക്കിയുള്ളതെല്ലാം കോൺസ്റ്റന്റ് ആയി നിർത്തിക്കൊണ്ട് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ റിഗ്രസ് ചെയ്യുന്നതിനെ പാർഷ്യൽ റിഗ്രഷൻ എന്ന് നമ്മൾ പറയാം.